ദിവസം ഞാൻ മാങ്കോ കഴിച്ച് വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ പാല് കുടിച്ചുകൊണ്ട് പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്ന് പറയണമെന്നാണ്. ഏതായാലും നമ്മൾ ബീച്ചിൽ വന്നപ്പോൾ ഇവിടുത്തെ ഈ കടയിൽ നിന്ന് പാലൊക്കെ വാങ്ങി കുറച്ച് ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് തന്നെ പാലിൻ്റെ ഗുണങ്ങൾ പറയാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പവർഫുള്ളായിട്ട് ഇങ്ങനെ എന്നും നടന്ന് നീങ്ങണമെങ്കിലൊക്കെ നമുക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു എല്ലാണല്ലോ വേണ്ടത് അല്ലേ. ശക്തമായിട്ടുള്ള ഒരു എല്ലിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ട കാൽസ്യം, വൈറ്റമിൻ D3 ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ നമ്മൾ പാല് കുടിക്കുന്നത് നല്ലതാണ്. ചില ആൾക്കാർക്ക് പാല് എന്ന് പറയുമ്പോൾ പറയും എന്താ വെച്ചാൽ പാലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും പറയാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാത്തിനും പ്രശ്നമായിരിക്കും അല്ലേ. ആൾക്കാർക്ക് നല്ലത് കണ്ടാൽ അതിൻ്റെ ദോഷം പറയലാണല്ലോ പതിവ് അല്ലേ. അല്ലേ പിന്നെ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ, കാരണം ഇതിനകത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും വല്ലാണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതെ പാൽ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണല്ലോ നല്ലത് അല്ലേ. എവിടെ സ്ഥലം എവിടെ? വയനാടല്ലേ. ഇത് മസിലിൻ്റെ ഗ്രോത്തിന് മാത്രമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മസിലിന് ഇഞ്ചറി ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും നമ്മൾ പാൽ കുടിക്കുന്നതുകൊണ്ട് സാധ്യമാവും. നമ്മുടെ പാലിൽ എന്ന് പറഞ്ഞാൽ അത്രയേറെ അങ്ങോട്ട് കലോറി ഒന്നുമില്ല. അപ്പോൾ കലോറി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറക്കേണ്ടവർക്ക് ഇടയ്ക്ക് നമ്മൾ പാല് കുടിക്കുന്നതാണ് നല്ലത്. ബാക്കി സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുമല്ലോ, പ്രോട്ടീനും മറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ വണ്ണം കുറക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പാലിൽ നമുക്ക് വേണ്ട ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ B12, റൈബോഫ്ലാവിൻ, പൊട്ടാസ്യം, ഇതൊക്കെ പാലിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫോസ്ഫറസും ഇതിനകത്ത് നന്നായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓവറോൾ ടോട്ടൽ ഹെൽത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾക്ക് ബ്ലഡ് പ്രഷർ കുറക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ എന്താക്കാം, നമ്മൾ ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പാല് കുടിക്കുന്നതുകൊണ്ട് അതൊക്കെ നിയന്ത്രണത്തിൽ വരാൻ ഒരു പരിധി വരെ ചെറിയൊരു ലെവലിലുള്ള റോള്. കാരണം നമ്മൾ പല സമീപനങ്ങളും പല ജീവിതശൈലി മാറ്റങ്ങളും വരുത്തിയിട്ടാണ് നമുക്ക് വലിയൊരു അനാരോഗ്യ പ്രശ്നത്തിന് നമുക്ക് മറികടക്കാൻ പറ്റുക. ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നതോടൊപ്പം തന്നെ ഇടയ്ക്ക് പാലും കുടിക്കുക. ഇപ്പോൾ എല്ലിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ കാൽസ്യം ഗുളിക കഴിക്കേണ്ടാവും, അതിൻ്റെ കൂടെ കുറച്ച് പാലും കുടിക്കുക. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്താവും, നമുക്ക് ആ ടോട്ടൽ ഹെൽത്തിന് നമ്മളത് വലിയ സഹായകരമായിട്ട് മാറും. തീർച്ചയായിട്ടും മിൽക്കിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റ് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ തൊലിൻ്റെ ആരോഗ്യത്തിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പല്ലിൻ്റെ പേര് തന്നെ മിൽക്ക് ടീത്ത് എന്നാണ്, കുട്ടിയൊക്കെ ഉണ്ടാകുന്ന പല്ല്. കാരണം ഈ പല്ലിൻ്റെ ഉറപ്പ് കൊടുക്കുന്നൊരു സംഭവമാണ് ഈ കാൽസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ നല്ല പവർഫുള്ളും ആരോഗ്യമുള്ളൊരു പല്ല് നിലനിർത്താൻ തീർച്ചയായിട്ടും നമ്മൾ പാൽ കുടിക്കുന്ന സാധനം. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ A, സിങ്ക്, സെലീനിയം തുടങ്ങിയ കോമ്പൗണ്ട്സ് ഉള്ളതുകൊണ്ട് എന്തായിരിക്കും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും നമ്മൾ പാല് കുടിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. ഇതിനകത്ത് 83% എന്താണ്, വെള്ളമാണ്. അപ്പം നമ്മൾ ഹൈഡ്രേഷൻ നിലനിർത്താനും നമ്മൾ പാല് കുടിക്കുന്നതുകൊണ്ട് സാധ്യമാവും. തീർച്ചയായിട്ടും പാല് നമ്മൾ അകറ്റി നിർത്തരുത്, നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഓക്കെ.